കേരളത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായമാണ് നന്മമരങ്ങൾ. ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള കാര്യം ഇവരൊക്കെ ദൈവങ്ങളോ അല്ലെങ്കിൽ നന്മമരങ്ങളോ ഒക്കെ ആയി മാറുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരൊറ്റ കാരണം രാജേഷേ, ഗവൺമെന്റിന്റെ സിസ്റ്റംസ് മുഴുവൻ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഒന്ന്. അപ്പൊ അത്തരത്തിൽ നിർധനരായിട്ടുള്ള, ഞാൻ പറഞ്ഞ നിരാലംബരായിട്ടുള്ള ആളുകളെ തീർച്ചയായും പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകളും കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചാൽ പിന്നെ ഇവിടുത്തെ സാധാരണക്കാരന് വേറെ എങ്ങും ഇതുപോലെ സഹായം ചോദിച്ച് ചെല്ലേണ്ട കാര്യമില്ല. ഒരു പോലീസുകാരനെ തല്ലാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തണം, അല്ലെങ്കിൽ മന്ത്രിയെ തടയണം, കരിങ്കൊടി കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾ ഇറങ്ങി വരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം, യഥാർത്ഥത്തിൽ റിയൽ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. സത്യത്തിൽ ഒരു സഹായം അതൊരു എമ്പതയുടെ പുറത്ത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആരും അറിയാതെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇവരുടെ ഒന്നും ഉദ്ദേശം ജനുവിൻ അല്ല എന്ന് ഞാൻ പറയും. ജീവിതത്തിൽ ഒക്കെ ഇവിടെ നിന്നുള്ള നൊസ്റ്റാൾജിയയും സ്വന്തം വീടും സ്വന്തം നാടിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ പേറുന്ന അവർ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് നിരവധി പേർ ഇതുപോലെ പണമയപ്പിക്കുന്നു. അതിന് നമുക്കറിയാം, ഗോപിനാഥ് മുതുകാടിന്റെ തന്നെ നമുക്കെടുക്കാം. ഗോപിനാഥ് മുതുകാട് കേരളത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു മജീഷ്യനാണ്. അതിൽ യാതൊരു തർക്കമില്ല. അയാൾ പലതരത്തിൽ മറ്റ് മജീഷ്യന്മാരൊന്നും ഏറ്റെടുക്കാത്ത വലിയ മാജിക്കൊക്കെ ഏറ്റെടുത്തു. പക്ഷെ അതിനേക്കാളും വലിയ മാജിക്കാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുള്ളിക്കെതിരെയുള്ള ആരോപണം. ലെറ്റ് ദം കോൺട്രിബ്യൂട്ട് ടു ദ ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റ് മര്യാദക്കാകണോ? യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ സർക്കാരിന്റെ ഒക്കെ അണ്ടറിൽ വരേണ്ടതാണ്. സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇത്തരം കുട്ടികളെയൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ നന്മകരങ്ങൾ കേരളത്തിൽ തഴച്ചു വരാനുള്ള കാരണം? ശരിക്കും അതിനേക്കാൾ എളുപ്പം എന്താണെന്നറിയാമോ? ഈ 500 കോടി രൂപ മുടക്കി എല്ലാവർക്കും മറ്റേ ആടോ കോഴിയോ ഒക്കെ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കൊടുക്കുന്നതാണ്. കാരണം അത്രയും കൂടി വോട്ട് കിട്ടും. കേരളത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായമാണ് നന്മമരങ്ങൾ. നന്മമരങ്ങൾ എന്ന് പറഞ്ഞാൽ ചികിത്സാ സഹായം കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ സംരക്ഷിക്കുക തുടങ്ങി വൻകിട സംഭവങ്ങൾ വരെ ഈ നന്മമരങ്ങളുടെ അണ്ടറിലുണ്ട്. ഇതിപ്പോൾ പറയാനുള്ള കാരണം, നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശസ്ത മജീഷ്യനായ ഗോപിനാഥ് മുതുകാട് നടത്തുന്ന ഒരു സ്ഥാപനം, അത് മെൻ്റലി റിട്ടയറായ ഒരു പറ്റം കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറച്ചും കൂടി പ്രായമായവരൊക്കെ ഉണ്ട്, അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു സ്ഥാപനം നടക്കുന്നുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ത്യാഗം സഹിച്ചാണ് ഈ സ്ഥാപനം കൊണ്ടുപോകുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ഞാൻ ഇതിൽ നിന്നും എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ വിശദീകരണം. പക്ഷേ എങ്കിൽ പോലും പല രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എൻ്റെ ഒരു സംശയം, യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ സർക്കാരിൻ്റെ ഒക്കെ അണ്ടറിൽ വരേണ്ടതാണ്. സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇത്തരം കുട്ടികളെയൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ നന്മകരങ്ങൾ കേരളത്തിൽ തഴച്ചു വരാനുള്ള കാരണങ്ങൾ? ഇത് നന്മകരങ്ങൾ കേരളത്തിൽ തഴച്ചു വരാനുള്ള കാരണം, തഴച്ചു വളരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, ഇപ്പം ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ കേസാണെങ്കിലും അവർ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു, അതായത് സെറിബ്രൽ പാസി വന്ന അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഇതുപോലെയുള്ള നിരവധി കുട്ടികളെടുത്ത് വളർത്തുന്നു. അപ്പം ഇത് ഇപ്പം മറ്റു ചില വ്യവസായ സ്ഥാപനങ്ങൾ മറ്റേ നിർധനരായിട്ടുള്ള അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ എടുത്ത് പരിചരിക്കുന്നു. ചില ജ്വല്ലറികളൊക്കെ അങ്ങനെ പരിചരിക്കുന്നു. നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെയുള്ള ആളുകളുടെ ചികിത്സക്ക് വേണ്ടി പണം കൊടുക്കുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള കാര്യം ഇവരൊക്കെ ദൈവങ്ങളോ അല്ലെങ്കിൽ നന്മമരങ്ങളോ ഒക്കെ ആയി മാറുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഒരൊറ്റ കാരണം രാജേഷേ, ഗവൺമെന്റിന്റെ സിസ്റ്റംസ് മുഴുവൻ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, മറ്റ് രാജ്യങ്ങളിലൊന്നും ഇതില്ലാത്തത്, അതായത് ഇപ്പോൾ കാനഡയാണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും നോർവേ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫിൻലൻഡ് ആണെങ്കിലും ഒക്കെ അവിടെയൊന്നും ഇത് കൂടുതലായി ഇല്ലാത്തതിൻ്റെ കാരണം അവിടെയെല്ലാം ഇത് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള പൗരന്മാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിർധനരായിട്ടുള്ള കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമുള്ള വീടുകളിൽ നിന്നാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കുട്ടി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവരുടെ അച്ഛനമ്മമാർക്ക് കൃത്യമായി പിന്നെ ജോലിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിർധനരായിട്ടുള്ള, ഞാൻ പറഞ്ഞ നിരാലംബരായിട്ടുള്ള ആളുകളെ തീർച്ചയായും പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഇപ്പം ഫിറോസ് കുന്നംപറമ്പിലെ കാര്യത്തിൽ എന്താ വെച്ചാൽ
നമുക്കെല്ലാം അറിയാം കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വീട്ടിൽ ഒരാൾക്ക് വലിയൊരു അസുഖം വന്നാൽ നമ്മുടെ എല്ലാ സിസ്റ്റംസും തകരാറിലാവും. അതായത് നമ്മുടെ വീട് വിറ്റ് ചികിത്സിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെയൊക്കെ വലിയ തോതിലുള്ള ഇൻഷുറൻസുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് വീട് വിറ്റ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും ഇവർ ഫിറോസ് കുന്നംപറമ്പിലെ പോലുള്ള ആളുകൾ എന്ത് അപ്രോച്ച് ചെയ്യും. പക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകളും കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചാൽ പിന്നെ ഇവിടുത്തെ സാധാരണക്കാരന് വേറെ എങ്ങും ഇതുപോലെ സഹായം ചോദിച്ച് ചെല്ലേണ്ട കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സഹായം ചോദിച്ച് ചെല്ലേണ്ട കാര്യമില്ലാത്ത രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ ന്യൂയോർക്ക് പോലെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിന്റെ ശരാശരി നിലവാരമുണ്ട് എന്ന് പറയുന്ന നമുക്ക് അത് ഈസിലി സാധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ കാര്യം വേറെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ അവിടേക്ക് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് വരേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്കുകൾ മുതലുള്ള നിരവധി ക്ലിനിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പല സംഭവങ്ങളും കുറെ കൂടി കൃത്യമായി കേരളത്തിൽ നടപ്പാക്കിയാൽ ഈ ഉടായിപ്പ് പരിപാടികളെല്ലാം ഇല്ലാതാവും. ഞാനിപ്പോ രാജേഷ് പറഞ്ഞതോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു തവണ ട്രെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരാള് എന്നോടിരുന്ന് ഫിറോസ് കുന്നംപറമ്പിലിനെ കുറിച്ച് കൂടുതൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു. കാരണം അയാൾക്ക് ഇതുപോലെ സഹായം കിട്ടിയ ഒരാളാണ്. അതിൽ തന്നെ രാജേഷ് അറിയാം, ചില ഇവര് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, അപ്പൊ കോടിക്കണക്കിന് രൂപ ഇതിനകത്തേക്ക് എത്തുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ചികിത്സക്ക് ആവശ്യമുള്ളതും പിന്നെ വീട് പണിയാനുള്ളതുമായിട്ടുള്ള പണം എടുത്തോളൂ, അതിനുശേഷം ബാലൻസ് ഉള്ള പണം ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി സംഭാവന ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ അവർ സംഭാവന ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി മറ്റ് ചില ഈ ഫിറോസ് കുന്നംപറമ്പിലും മറ്റ് ചില നന്മമരങ്ങളും തമ്മിൽ റോട്ടിൽ കടന്ന് ഇടിയാകുന്നു. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ രാജേഷിനോട് പലപ്പോഴും പറയാനുള്ള ഡയലോഗുണ്ട്. ഈ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, ഞാൻ സഹായിക്കാതെ നിന്നെ വിടില്ല എന്നാണ് ശരിക്കും പറഞ്ഞ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇവർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ സഹായിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ച് ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? അതായത് ഒരാളെ സഹായിക്കാൻ ഞാനാണ് സഹായിച്ചതെന്നും മറ്റൊരാളാണ് സഹായിച്ചതെന്നും പറയുന്നത്. സത്യത്തിൽ ഒരു സഹായം അതൊരു എമ്പതയുടെ പുറത്ത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആരും അറിയാതെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇവരുടെ ഒന്നും ഉദ്ദേശം ജെനുവിൻ അല്ല എന്ന് ഞാൻ പറയും. കാരണം ഇതുവഴി അല്ലെങ്കിൽ ഇതവരൊരു മാർഗമായി തിരഞ്ഞെടുക്കുന്ന എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയണേ, മാർഗമായി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കുള്ള മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴി സമൂഹത്തിൽ ഞാൻ കുറെ കൂടി പേരുണ്ടാക്കുക, എൻ്റെ ഇമേജ് ബിൽഡിംഗ് സാധിക്കുക. അങ്ങനെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന കൃത്യമായ അജണ്ട. ആ കണ്ണീരിനും ആ ആളുകളുടെ സങ്കടത്തിനുമൊക്കെ നല്ല വിൽപ്പനാ സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്തുന്ന കാര്യമുണ്ട്. അത് നമ്മൾ മാധ്യമങ്ങളടക്കം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഷോയിൽ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന സിനിമയിൽ ലാൽ വന്നിരുന്നിട്ട് പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ലാൽ തുറന്ന് തന്നെ പറയുണ്ടായി, നിങ്ങൾ എന്നെ കരയിപ്പിച്ച് വരുന്ന റേറ്റിംഗ് കൂട്ടാനാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കരഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ കരഞ്ഞാൽ റേറ്റിംഗ് കൂടും. ഇതേ പരിപാടി തന്നെയാണ് നമ്മുടെ മറ്റേ ബിഷപ്പായി സ്വയം അവരോധിക്കപ്പെട്ടിട്ടുള്ള ആള് കാനഡയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പോയി പത്തനംതിട്ട പുള്ളി കാനഡയിൽ പോയിട്ട് അവിടെയുള്ള ഈ പറയുന്ന ദാരിദ്ര്യവും ഫോട്ടോസും ഒക്കെ കാണിച്ചിട്ടാണ് ഏതാണ്ട് 1100 കോടി രൂപ ഫെമ നിയമം ലംഘിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്ന് എന്തുള്ളത് കേസുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മറ്റേ യോഹന്നാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലുകൾ നടത്തുന്നു, ബിഷപ്പാകുന്നു, ഇങ്ങനെ പല പരിപാടികൾ നടത്തുന്നു. ഇത് കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ രാജേഷ് തന്നെ അറിയാം, മദർ തെരേസ ട്രസ്റ്റിന് പോലും ഇത് എന്ത് ചെയ്തു, നിയന്ത്രണം വെച്ചു, അവരത് ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഓഡിറ്റിംഗ് കുറെ കൂടി ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് നടന്നുണ്ട്. ഇതിന്റെ പിന്നിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള ആളുകൾ, അതായത് ഇപ്പൊ ഗോപിനാഥ് മുതുകാടോ അല്ലെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ അവർ നല്ല ഉദ്ദേശത്തിലാണോ അല്ലയോ എന്നൊന്നും ഞാനിപ്പോ വിധി എഴുതുന്നില്ല, പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സംഭവങ്ങൾ വിറ്റുകൊണ്ട് കൃത്യമായി ഇവർക്ക് കൂടി പേരുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. അതാണ് 90%. ഇപ്പോ ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ പോലും വന്നേക്കുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ, മറ്റേ ആ 2 കൈകളില്ലാത്ത പോലെ ആ പയ്യൻ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ ഒപ്പം ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ വർക്ക് ചെയ്തപ്പോൾ ഇലക്ട്രിക് ചെയർ ഉണ്ടായിട്ടും അത് കളഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ചെല്ലും. അപ്പൊ ആളുകൾക്ക് കുറെ കൂടി വികാരമുണ്ട്, സിമ്പതി ഉണ്ടാവും, വികാരം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരാള് ഇപ്പൊ ആളുണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം രാജേഷ് പറഞ്ഞാൽ,
എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വളരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചോദ്യമുണ്ട്, ഒരു എഞ്ചിനീയർ. ഈ 18 കോടി രൂപയുടെ മരുന്ന് ഒരു കുട്ടിക്ക് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഒരു 20 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു 18 കോടി രൂപയുടെ മരുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇതൊന്ന് അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ട്. ഇപ്പൊ തന്നെ രാജേഷ് അറിയേണ്ടത്, ഇപ്പൊ ഒരു തവണ ഞാൻ ജനപക്ഷത്തിന്റെ ബെന്നിയുമായിട്ടിരുന്ന ഒരു ചർച്ച ടെലിവിഷനിൽ കണ്ടപ്പോൾ ടെലിവിഷനിൽ ഒരു ഡോക്ടറോട് ചോദിച്ചു, ഈ മറ്റേ ഒരു ഓർഗൻ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയക്ക് എത്ര രൂപയാവുമെന്ന് ചോദിച്ചു. അപ്പൊ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനുള്ള ചെലവ് 20-30 ലക്ഷം രൂപ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ആ ചെലവ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റലിലെ റെന്റ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടും ഡോക്ടറുടെ ഫീസ് കൂട്ടിയിട്ടും ബാക്കിയുള്ളതെല്ലാം കൂട്ടിയിട്ടും സുള്ളിക്ക് 17-18 ലക്ഷം രൂപ എത്തിക്കാൻ പറ്റുള്ളൂ. അതിന്റെ വലിയ തോതിൽ കൂട്ടിയിട്ടും. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ്ങോ പബ്ലിക് ഫണ്ടിങ്ങോ നടക്കുമ്പോൾ അത് ഹോസ്പിറ്റലുകാർക്ക് വലിയ ലാഭമാണ്. കാരണം 15 ലക്ഷത്തിന് വരെ 30 ലക്ഷം മേടിക്കാം. പ്ലസ് ഈ പറയുന്ന ഇതിന് മുൻകൈ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞ കൈയിട്ട് വാരുന്നവരുണ്ട്. ഇത് ഇങ്ങനെയുള്ള ഈ പറയുന്ന കൊള്ളക്കാരേക്കാൾ വൃത്തികെട്ട ഇതിൽ നിന്ന് കൈയിട്ട് വാരുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഇനി ഇതൊന്നും ചെയ്യാത്ത കൈയിട്ട് വാരാത്ത ആളുകൾക്കാണെങ്കിൽ പോലും ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശസ്തിയും ഇതുകൊണ്ടുണ്ടാവുന്ന താമ്രപത്രവും ഇതുകൊണ്ട് സത്യം പറഞ്ഞു, ഇപ്പൊ ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ചില ആളുകളുടെയൊക്കെ കാര്യത്തിൽ എനിക്കറിയാം, ഇതുകൊണ്ട് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്മശ്രീ അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായ അവരുടെ ഇമേജ് ബിൽഡിംഗ് പ്രോസസ്സാണ്, ബിസിനസ്സാണ്. അതിന് കൂട്ടുനിൽക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ അറിയോ, എന്നിട്ട് ഇവരെ എല്ലാം പൊക്കാനായിട്ട് നമ്മുടെ MP-മാർ, MLA-മാർ, മന്ത്രിമാരൊക്കെ ചെന്ന് ഇവർക്ക് ഉപഹാരങ്ങൾ കൊടുക്കും, പൊന്നാടണിക്കും. സത്യത്തിൽ പൊന്നാടണി നമ്മുടെ ജനത്തിന്റെ വിവരമില്ലാഞ്ഞിട്ടാണ്. ജനം ചോദിക്കേണ്ടത്, നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് ഇവർ ഞങ്ങളെ സഹായിക്കേണ്ടി വരുന്നത്. അല്ലാതെ മറ്റേ ലോകത്തുള്ള ഏറ്റവും നല്ല വെൽഫെയർ സ്റ്റേറ്റുകളിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ലല്ലോ രാജേഷേ, എന്ത് ചെയ്യുന്നില്ല. അതായത് സഹായിക്കാൻ വേണ്ടി ഒരാളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെയൊന്നും നന്മവരങ്ങളും ഉണ്ടാകുന്നില്ല. അല്ല, എൻ്റെ ഒരു സംശയം എന്ന് പറയാം, അതായത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം ഉണ്ട്. അവിടെ പഞ്ചായത്ത് വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത്, അത് MLA, MP, ഇത്ര എല്ലാ സിസ്റ്റം ഉണ്ട്. പൊതുപ്രവർത്തകരെ കൊണ്ടിട്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇവരൊന്നും പക്ഷേ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ഒരു പോലീസുകാരനെ തല്ലാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തണം, അല്ലെങ്കിൽ മന്ത്രിയെ തടയണം, കരിങ്കൊടി കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾ ഇറങ്ങി വരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം, യഥാർത്ഥത്തിൽ റിയൽ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഇവിടെയാണ് ഇത്ര നന്മവരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇവർക്ക് ആരോടും ഇത്തരത്തിലുള്ള ആളുകളൊന്നും അല്ല ഇതിൻ്റെ വരുന്നത്. ഇവർ പ്രത്യേകമായി അവതരിക്കുന്നതാണ്, സ്വയം അവതരിച്ച് ആരെങ്കിലും ഇയാൾ നിയോഗപ്പെടുന്നതല്ല. നമുക്കറിയാം, ഗോപിനാഥ് മുതുകാടിൻ്റെ തന്നെ നമുക്കെടുക്കാം. ഗോപിനാഥ് മുതുകാട് കേരളത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു മജീഷ്യനാണ്. അതിൽ യാതൊരു തർക്കമില്ല. അയാൾ പലതരത്തിൽ മറ്റ് മജീഷ്യന്മാരൊന്നും ഏറ്റെടുക്കാത്ത വലിയ മാജിക്കൊക്കെ ഏറ്റെടുത്തു. പക്ഷേ അതിനേക്കാളും വലിയ മാജിക്കാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുള്ളിക്കെതിരെയുള്ള ആരോപണം. അദ്ദേഹം വിദേശത്തുനിന്ന്, അതായത് എനിക്ക് നേരിട്ട് അറിയാവുന്ന അമേരിക്കയിലുള്ള പല സംഘടനകളും, മലയാളി സംഘടനകളുണ്ട്, ഒരുപാട് സംഘടനകളുടെ സ്ഥലമാണ് അമേരിക്ക. ഏതാണ്ട് 86ഓളം സംഘടനകളും അതിൻ്റെ അംബ്രല്ല സംഘടനകളും ഒക്കെയുള്ള സ്ഥലമാണ് അമേരിക്ക. ഈ അമേരിക്കയിൽ പോയി മാസങ്ങളോളം ക്യാമ്പയിൻ ചെയ്ത് കുറേ പൈസയൊക്കെ കൊണ്ടുവന്നതായിട്ട് എനിക്കറിയാം. ഞാൻ ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ ആളാണ്. അവിടെ നടന്ന പരിപാടിയിലെല്ലാം നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ വരദാനമാണ് ഈ മുതുകാട് എന്ന്. മുതുകാട് ശരിക്കും ചെയ്യുന്നത് വലിയ തോതിലുള്ള വലിയ സേവന പ്രവർത്തനമാണെന്നോ, അദ്ദേഹത്തിന് അത് മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വരദാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഈ ഒരു ഒറ്റ പ്രസംഗം മതി മുതുകാടിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട്. ആ ഒറ്റ പ്രസംഗം മതി. കാരണം കേരള ഗവർണറാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അത്തരം ക്ലിപ്പിങ്സുകളൊക്കെ കൊണ്ടുപോയി പലരെയും കാണിച്ചുകൊണ്ട് പല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇതിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം ഇത്രയും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്, ഒരുപാട് ആളുകൾ ഇപ്പം നമുക്ക് കൊടുക്കാനുള്ള പൈസ ഇപ്പം ഗൾഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഫിറോസ് കുന്നുമല ഏറ്റവും കൂടുതൽ ആൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പൈസയൊക്കെ പൂൾ ചെയ്യുകയും എന്നിട്ട് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരായാലും അവരുടെ പിന്നെ നോമിനേഷൻ പ്രകാരം ഇവർക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദിച്ചു. പറഞ്ഞ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ അതിനെ ഓവറോൾ ആയിട്ട് പറഞ്ഞു നിർത്തിയെന്നുള്ളൂ. വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ രാജേഷ് പറഞ്ഞ പോലെ ഒരു പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരു മരുന്ന് വേണമെന്നുണ്ടാവുകയും അതിന്റെ ആധികാരികത പരിശോധിക്കാൻ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളും, നമുക്ക് എല്ലാ ജില്ലകളിലും ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രാഥമിക ആരോഗ്യ പഞ്ചായത്തിൽ
ആയിരിക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും സിസ്റ്റമുള്ള നമുക്ക് അവിടെയുള്ള ഒരു ഡോക്ടറെ കൊണ്ട് ഇതിന്റെ ആധികാരികത പരിശോധിപ്പിക്കുകയും ഇത് കൃത്യമായിട്ടും ആവശ്യമായ കാര്യമാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന CMDRF-ൽ നിന്ന് അതിപ്പോ മറ്റേ MLA-മാരുടെ കടം തീർക്കാൻ കൊടുത്താൽ മാത്രം അല്ല, അതാ പറഞ്ഞത്. അതിന്റെ മിസ്യൂസിങ് നടക്കാതെ ഇത് കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഇത് ഏറ്റെടുക്കാവുന്നേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇത് ഏറ്റെടുക്കാം. അവർക്കിത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാം. രാജേഷ് പറഞ്ഞ പോലെ ഇപ്പൊ DYFI എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൊതിച്ചോറ് വിതരണം ചെയ്യാണ്. ഈ പൊതിച്ചോറൊന്നും വിതരണം ചെയ്തില്ലെങ്കിലും ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ അതൊരു നല്ല പ്രവർത്തനം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും കൃത്യമായി ആർക്കൊക്കെയാണ് അർഹതയുള്ളത്, ആർക്കൊക്കെയാണ് ഇത് തീരെ വയ്യാത്ത ആളുകൾ എന്ന് വിചാരിച്ച് അവരുടെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പണവും നമ്മുടെ ഇപ്പോഴുള്ള കുഴപ്പമൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ 3 ലക്ഷം രൂപ വരെ മാത്രമേ പാസ്സാക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് മുഴുവൻ പണവും, അതായത് 10 കോടി രൂപ ആണെങ്കിൽ 10 കോടി രൂപ, 18 കോടി രൂപ 18 കോടി രൂപ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തത് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും അവരുടെ ആ സമയത്തേക്ക് അവരുടെ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു മിനിമം ചെലവ്, അതായത് അവർക്ക് വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള ചെലവ് കിറ്റ് കൊടുക്കണം. ആ കിറ്റുകൾ കൊടുത്തുകൊണ്ട് അവരെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഇവിടെയുള്ള ഇതുപോലെയുള്ള സംഘടനകളും നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ മറ്റേ കരിങ്കൊടി കാണിക്കാൻ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സും റെഡിയാക്കി പോകുന്നവനും മറ്റേ ബാക്കിയുള്ളവനും ഒക്കെ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാതാവും. രാജേഷ് ഒന്ന് ആലോചിക്കണം. ഈ സത്യത്തിൽ ഗവൺമെന്റ് ഒരു പഠനം നടത്തേണ്ടതാണ്. ഈ നന്മ മരങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള പണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. ഒന്ന്. രണ്ടാമത്തത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് വിട്ടുപോയെങ്കിലും കേരളം രക്ഷപ്പെടണം, നന്നാകണം എന്നൊക്കെ ആഗ്രഹിച്ച് വിദേശത്ത് നമ്മളൊക്കെ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അറിയാത്തൊരു വിദേശത്ത് പോയ എല്ലാവരും സുഖമായിട്ട് ജീവിക്കേണ്ടതല്ല. ഒന്നുമല്ല, വിദേശത്തൊക്കെ പോകുന്നവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഗൾഫിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, അവിടുത്തെ തൊഴിലാളി ക്യാമ്പുകളിൽ ഒരു റൂമിനകത്ത് 5ഉം 6ഉം പേര് ടെന്റടിച്ച് തട്ടടിച്ച് താമസിക്കുന്ന ആളുകളാണ്. അവരാണ് ഈ പൈസ അയക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിതത്തിലൊക്കെ ഇവിടെ നിന്നുള്ള നൊസ്റ്റാൾജിയയും സ്വന്തം വീടും സ്വന്തം നാടിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ പേറുന്നവർ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് നിരവധി പേർ ഇതുപോലെ പണമയപ്പിക്കുന്നു. അതിന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ എന്ത് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരളലിഞ്ഞു പോകുന്ന രീതിയിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഇത് കർശനമായ നിയന്ത്രണമല്ല ഞാൻ പറയുന്നത്. ഇത് ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ബാക്കിയുള്ള കളവും മറ്റേ 40 PWD റോഡ് പണിയുമ്പോഴും ബാക്കിയുള്ളതിലൊക്കെ കളവ് നടത്തിക്കൂടെ. പക്ഷെ ഹോസ്പിറ്റലുകൾ, കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും കൃത്യമായി ഉണർന്നെണീറ്റാൽ ഒരൊറ്റ കുഴപ്പമുള്ളൂ, ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പിന്നെ പണിയുണ്ടാവില്ല. രാജേഷ് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഈ 30 ലക്ഷം 40 ലക്ഷം രൂപ ഫണ്ട് പിരിച്ചിട്ട് ചികിത്സ നടത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് എന്നിട്ട് ഏറ്റവും വലിയ തമാശ കൂടി പറയും. അതെന്താണെന്ന് അറിയാമോ? 30 ലക്ഷം രൂപയായിരുന്നു അതിന്റെ ആക്ച്വൽ കോസ്റ്റ്. പക്ഷെ ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് 5 ലക്ഷം രൂപ കുറച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ സിനിമാ താരങ്ങളിൽ ഒരുപാട് പേര് മറ്റേ സൗഖ്യം, ആയുർ സൗഖ്യം, മറ്റേ ഹൃദയപൂർവ്വം എന്നൊക്കെ പറഞ്ഞ് പരിപാടിയെത്തുന്നുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അവർക്ക് ഇത് വളരെ ഒട്ടും പ്രതിഫലേച്ഛയില്ലാതെ നന്മമരങ്ങളായിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ ലെറ്റ് ദം കോൺട്രിബ്യൂട്ട് ടു ദ ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റ് മര്യാദക്കാകണോ? അല്ല, അവിടെ എനിക്ക് പറയാനല്ലേ, ഇതിപ്പോഴാണ് നമ്മളിപ്പോൾ റെഡ് ക്രസന്റ് കുറെ കാശ് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ സംഭവിച്ചത്? വടക്കാഞ്ചേരിയിൽ ആ ഫണ്ട് തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടന്നതാണ്. സന്തോഷ് ഈപ്പനുമൊക്കെ ബന്ധപ്പെട്ടുള്ള ആ ഫണ്ട് തട്ടിപ്പ് നടന്നു. അപ്പൊ ഇത് കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഇത്തരം നന്മമരങ്ങൾക്ക് വഴിയുണ്ടായി കൊടുക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്ക എന്നൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്തെല്ലാം പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചാൽ അമേരിക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടത്തേക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവരിത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല കൊടുക്കും. ഇത്തരം സംഘടനകളൊക്കെ ഉണ്ട്, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി. സ്ഥലമില്ലാത്തതിന്റെ പേരിൽ വീടില്ലാത്തവർക്ക് സ്ഥലം മേടിക്കാൻ വരെ ഫണ്ട് കൊടുക്കാൻ അവർ റെഡിയാണ്. ഒന്നും വേണ്ട. ഞാൻ അന്ന് പറഞ്ഞു, രതീഷോട് പറഞ്ഞു, ഇപ്പം കൊച്ചിയിൽ ഈ മറൈൻ ഡ്രൈവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടിക് ക്ലീനർ ഇത് കൊടുക്കാം എന്ന് പറഞ്ഞു. 7 എണ്ണം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ കൊച്ചി മേയർ പറഞ്ഞു വേണ്ട. ഞാൻ അടക്കം പോയത് അവരുടെ കൂടെ. കൊച്ചി മേയർ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇപ്പൊ വേറൊരു സംഭവം, ഇപ്പൊ നമുക്ക് മെന്റലി റിട്ടയർ ആയിട്ടുള്ള എത്ര കുട്ടികൾ നമ്മുടെ സ്റ്റേറ്റിലുണ്ട് എന്നതിനെ കുറിച്ച് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മുന്നിൽ കണക്ക് വല്ലതുണ്ടോ? ഓരോ പഞ്ചായത്തുകളിലും ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. ജോലിയുള്ളവരോ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ വീട്ടിലേക്ക് ഒരു എയ്ഡ് കൊടുക്കുകയും അവർക്ക് സംരക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ചില പദ്ധതികളൊക്കെ സർക്കാർ ആരംഭിക്കേണ്ടതാണ്. അവർക്ക് സ്പെഷ്യൽ സ്കൂളുകൾ ആരംഭിക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല. അവിടെയാണ് രാജേഷ് നമ്മുടെ ജനത്തിന്റെ ഒരു ബോധമില്ലായ്മ തെളിവാകുന്നത്. ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ ജനത്തിന് അത്രത്തോളം അറിവില്ലാത്തതാണ് പ്രശ്നം. കാരണം വളരെ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ഒരു വീട്ടിലേക്ക് ചെന്ന് ഒരാൾ 1000-ഓ 5000-ഓ 10,000-ഓ രൂപ കൊടുക്കുമ്പോൾ അവൻ അത് സന്തോഷിക്കുകയും, ഒരു MLA ചെന്ന് വേറെ ആരെക്കൊണ്ടെങ്കിലും വിളിച്ച് 1 ലക്ഷം രൂപ സംഭാവന എടുക്കുമ്പോൾ നമ്മളത് സന്തോഷിക്കുകയും, പകരം ഈ MLA ഒക്കെ കഴിവുകേട് കൊണ്ടാണ് ഞാൻ വേറൊരുത്തരോട് 1000-2000 രൂപ മേടിക്കേണ്ടി വരണമെന്ന് മനസ്സിലാക്കണം. എൻ്റെ ഓഫീസിലൊരു പെൺകുട്ടി വർക്ക് ചെയ്തപ്പോൾ അവർക്ക് ഒരു ചർച്ചിൽ നിന്ന്, ഞാനിപ്പോൾ ഏത് ചർച്ചാന്ന് പറയില്ല, ഒരു ചർച്ചിൽ നിന്ന് പ്രതിമാസം 1000 രൂപ കൃത്യമായിട്ട് കൊടുക്കും. ചർച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ചെല്ലണം, കൃത്യമായിട്ട് ശനിയും ഞായറും ഒക്കെ പള്ളിയിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ 1000 രൂപയുടെ സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ എഞ്ചിനീയറാണ്, നിങ്ങൾ ജോലിയിൽ കുറെ കൂടി ഉയർന്നതാകണം, നിങ്ങൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിക്കോ, പോകണ്ട. പക്ഷെ ഈ ഡിപ്പെൻഡൻസി നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത്. ഇത് പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ ഡിപ്പെൻഡന്റ് നേച്ചറുള്ള അനുയായികളെ ഉണ്ടാക്കാൻ ഇത് വളരെ എളുപ്പത്തിൽ ഉപകരിക്കും. രാജേഷ് അറിയും, ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനെ കുറിച്ച് രാജേഷ് പറഞ്ഞു. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ടാണ് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൃത്യമായിട്ട് ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ, അതിനൊരു 50 കോടി രൂപ 500 കോടി രൂപ മുടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനേക്കാൾ എളുപ്പം എന്താണെന്നറിയാമോ? ഈ 500 കോടി രൂപ മുടക്കി എല്ലാവർക്കും മറ്റേ ആടോ കോഴിയോ ഒക്കെ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കൊടുക്കുന്നതാണ്. കാരണം അത്രയും കൂടി വോട്ട് കിട്ടും. അപ്പൊ വോട്ട് കിട്ടാനുള്ള എളുപ്പത്തിലുള്ള തന്ത്രങ്ങൾ എന്നുള്ള നിലക്കാണ് ഇവരിത് ചെയ്യാത്തത്. പിന്നെ രാജേഷ് ഇപ്പോൾ ഒരു പാചകം പറഞ്ഞു, റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു. രാജേഷ്, ഇതിലൊക്കെ വലിയ അജണ്ടകളുണ്ട്. ഇപ്പൊ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞ സ്ഥാപനം റെഡ് ക്രോസ് ആണ്. എന്തുകൊണ്ട് റെഡ് ക്രസന്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റേ ഗൾഫ് കൺട്രീസിലേക്ക്, മുസ്ലിം രാജ്യങ്ങളിലേക്ക് ചുക്കെ ചെന്നപ്പോൾ ക്രോസ് പറ്റില്ല എന്ന് തോന്നി. സത്യത്തിൽ നമ്മൾ സഹായിക്കാൻ വേണ്ടി ചൊല്ലുന്ന ഒരുത്തരാണെങ്കിൽ എന്ത് പറയും? ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറയാണ്, രതീഷ് ചക്രവാണി എന്നുള്ള പേര് മാറ്റിയിട്ട് നിങ്ങൾ തന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പം തന്നെ ഇല്ല, രതീഷ് എബ്രഹാം എന്ന് പേര് മാറ്റിയിട്ട് ഉടനെ പോയി സഹായിക്കും ഇല്ല. അപ്പൊ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ് ക്രോസിന് പക്ഷേ സഹായിച്ചേ പറ്റൂ. അതുകൊണ്ട് റെഡ് ക്രോസ് ഉടനെ ഇല്ല, ഞങ്ങൾ സഹായിക്കാതെ വിടില്ല, പക്ഷെ ഞങ്ങൾ പേര് മാറ്റിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് റെഡ് ക്രോസ് ആക്കിയത്. ഞാൻ പറഞ്ഞത് ഓക്കെ, അതൊരു വലിയ സംഘടന ആയതുകൊണ്ട് ഇപ്പൊ അവർക്ക് ഓക്കെ സഹായിച്ച് അടങ്ങും എന്നുള്ള നല്ല ചിന്താഗതി കൊണ്ടാണ് നമുക്ക് വിചാരിക്കുക. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. ജപ്പാനിൽ നിന്ന് രാജേഷ് അറിയേണ്ടത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അവരുടെ കൾച്ചറൽ സെന്റർ ഉണ്ട്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ജപ്പാനിലുള്ള കൾച്ചറൽ സെന്റർ ഇവിടെ വന്നിട്ട് നമ്മുടെ കൾച്ചർ പഠിപ്പിക്കുമെന്നല്ല ചെയ്യണത്. ഇവിടെ നിന്നുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അവർ നോട്ട് ചെയ്ത് എന്ത് ചെയ്യാണ്, ജപ്പാനിലേക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള ഐഡിയകളും തന്ത്രങ്ങളും ഉണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും, വെറുതെ ആരെങ്കിലും, പിന്നെ നമ്മുടെ KSRTCക്ക് 300 കോടി രൂപ എടുത്ത് ഗവൺമെന്റ് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ജനത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ജനം മനസ്സിലാക്കേണ്ടത്, പാവപ്പെട്ട സാധാരണക്കാരന്റെ തീപ്പെട്ടി മേടിക്കുന്ന ടാക്സിൽ എടുത്തിട്ടാണ് അപ്പുറത്ത് ദൂർത്തടിക്കാൻ വേണ്ടി കാശ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുന്ന, കുറച്ചുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു സൊസൈറ്റിയായി കേരളം മാറുമ്പോൾ പ്രശ്നം തീരും. പക്ഷെ എൻ്റെ സങ്കടം എവിടെയെന്ന് വെച്ചാൽ, ആ സൊസൈറ്റിയിലേക്ക് നയിക്കാൻ പറ്റുന്ന നേതാക്കൾ ആരും ഇപ്പൊ കേരളത്തിലില്ല. പകരം ഇത്തരത്തിലുള്ള നന്മയോ നന്മയില്ലാത്തതായിട്ടുള്ള മരങ്ങൾ പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്.